Hi everyone, this is CMA Afzal Alungal here. Before starting the video, please hit the like button. That will motivate me to do more CMA related contents for the students. പല സ്റ്റുഡൻസും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എസ്പെഷ്യലി നമ്മുടെ ജൂൺ എക്സാം കഴിഞ്ഞതോടുകൂടി ട്രെയിനിങ്ങിനെ കുറിച്ച് ഡൗട്ട് ചോദിച്ച് പല സ്റ്റുഡൻസും വിളിക്കാറുണ്ട്. പല കാര്യങ്ങൾ അവർ ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഫെബ്രുവരി 11, 2020 ശേഷം ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസും ആ ഒരു പുതിയ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത ആളുകളായിരിക്കും. അവർക്ക് എല്ലാവർക്കും 15 മാസം 15 മന്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് മാൻഡേറ്ററി ആണ്. എന്നെങ്കിലേ അവർക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുക, ഈ ഒരു കാര്യമാണ് നോർമലി എല്ലാ സ്റ്റുഡൻസും ചോദിക്കാറുള്ളത്. എസ്പെഷ്യലി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA ഫേംസിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂൾ അനുസരിച്ച് നമുക്കൊരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ അണ്ടറിൽ ചെയ്യാം, ഫേം ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസിൻ്റെ അണ്ടറിൽ, അതായത് ഒരു CMA ഫേമിൽ വേണമെങ്കിൽ, പാർട്ട്ണർഷിപ്പിൽ ഉള്ള ഒരു ഫേം ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യാം. ഇനി അതല്ല സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, പബ്ലിക് യൂട്ടിലിറ്റീസ് ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യാം. ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് PSU അവിടെ വർക്ക് ചെയ്യാം. യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യാം. മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വർക്ക് ചെയ്യാം. കോർപ്പറേറ്റ് സൊസൈറ്റി, NGO, ഇനി CA CS ഫേമുകളിലും വർക്ക് ചെയ്യാം. ചാർട്ടേഡ് അക്കൗണ്ടൻസ് കമ്പനി സെക്രട്ടറി ഫേമുകളിലും വർക്ക് ചെയ്യാം. അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. CA CS ഫേമുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിട്ട് കണക്കാക്കണമെങ്കിൽ അവിടെ സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഡിവിഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ ഡിവിഷനിൽ വർക്ക് ചെയ്തിരിക്കണം. എന്നെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. മറ്റൊരു കാര്യമുള്ളത്, CA കോഴ്സ് പഠിക്കുന്നതോ അല്ലെങ്കിൽ CS കോഴ്സ് പഠിക്കുന്നതോ ആയ സ്റ്റുഡൻസ് ഓൾറെഡി അവരുടെ ആ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തിട്ടുണ്ടാവാം. അത് CMA കോഴ്സിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് വ്യക്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. ഇനി നമ്മളീ പറഞ്ഞ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാട്ടിലൊരു പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, ട്രെയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്യണമെങ്കിൽ ടേൺ ഓവർ ക്രൈറ്റീരിയ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതായത് മുകളിൽ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ CMA ഫേമുകൾക്ക് ഇത് ബാധകമല്ല. ഓർഗനൈസേഷൻസ് ആണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെ പാർട്ണർഷിപ്പോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ LLPയോ കമ്പനിയോ ഒക്കെ ആണെങ്കിൽ, അതൊരു സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ 25 lakhs ആണ് ടേൺ ഓവർ ഒരു വർഷത്തിൽ വേണ്ടത്. അതർ ദാൻ സർവീസ് സെക്ടർ ആണെങ്കിൽ, വിച്ച് മീൻസ് പ്രൊഡക്ഷൻ ബേസ്ഡ് കമ്പനികളാണെങ്കിൽ അവിടെ 50 lakh ആണ് ഒരു വർഷത്തിൽ ടേൺ ഓവർ ഉള്ള കമ്പനി ആണെങ്കിൽ അവിടെ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങളുടെ ട്രെയിനിങ് ആയിട്ട് അത് കൺസിഡർ ചെയ്യും. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെക്ഷനിലോ, കോസ്റ്റ് അക്കൗണ്ടിങ് സെക്ഷനിലോ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സെക്ഷനിലോ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലോ, ഓഡിറ്റിങ്ങിലോ, റെഗുലേറ്ററി കംപ്ലയൻസിലോ, ഡയറക്റ്റ് ടാക്സേഷനിലോ, ഇൻഡയറക്റ്റ് ടാക്സേഷനിലോ, ഇതിൽ ഏത് സെക്ഷനിൽ നിങ്ങൾ വർക്ക് ചെയ്താലും, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലോ, ബാങ്കിങ് ഓപ്പറേഷനിലോ, ഇൻഷുറൻസിലോ, ഇതിൽ ഏത് സെക്ഷനിൽ വർക്ക് ചെയ്താലും അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഏരിയ ഓഫ് ട്രെയിനിങ് ആണ്. അത് നിങ്ങളുടെ ട്രെയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. മറ്റൊരു കാര്യമുള്ളത്, ആക്ച്വലി നിങ്ങൾ ഏതൊരു വർഷം ഡിസംബർ എക്സാമിന് ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഡിസംബർ അറ്റംപ്റ്റ് ആണ്, 2024 ഡിസംബർ എക്സാം. ഈ 15 മാസം എന്ന് പറയുന്നത് ഈ എക്സാം എഴുതി നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പരീക്ഷ നിങ്ങൾ ഡിസംബറിൽ എഴുതി 2 മാസം കഴിഞ്ഞിട്ടാണ് നോർമലി റിസൾട്ടുകൾ വരാറുള്ളത്. ആ 2 മാസം കഴിയുമ്പോഴേക്കിനാണ് 15 മാസം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഡിസംബർ എക്സാമിന് നമ്മൾ നോക്കുന്ന സമയത്ത് 31 ഓഗസ്റ്റ് എന്ന് പറഞ്ഞൊരു കട്ട് ഓഫ് കൂടി പറഞ്ഞിട്ടുണ്ട്. 31 ഓഗസ്റ്റ് ആവുമ്പോഴേക്ക് 10 മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ 2 കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. 31 ഓഗസ്റ്റ് ആവുമ്പോഴേക്ക് 10 മാസം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഡിസംബർ എക്സാം എഴുതാൻ, ഫൈനൽ എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. 15 മാസം കംപ്ലീറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഓഗസ്റ്റ് ആവുമ്പോഴേക്ക് 10 ആയി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അങ്ങനെ 15 മാസം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ ജൂൺ എക്സാം എഴുതാൻ പോകുന്ന ആളാണെങ്കിൽ, ജൂൺ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക്
28 ഫെബ്രുവരിയാണ് 10 മാസം കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം. അത് ജസ്റ്റ് ടൈം പീരീഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഫോം അപ്ലോഡ് ചെയ്യൊന്നും വേണ്ട. 10 മാസം ആ സമയമാകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂൺ എക്സാമിന് നിങ്ങൾ എഴുതാൻ എലിജിബിൾ ആണ്. 15 മാസം തന്നെയാണ് വേണ്ടത്. ഇതാണ് ഫൈനൽ എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ട് നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. മറ്റൊന്ന് ഫോമുകളാണ്. നമുക്ക് വെബ്സൈറ്റിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ T1, T3, T4, T5 എന്ന് പറഞ്ഞ് 4 ഫോമുകൾ കാണാം. അതിൽ T1 എന്ന് പറയുന്നത് നിങ്ങളൊരു CMA ഫേമിലോ ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ അണ്ടറിലോ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഫോമാണ് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്നാണോ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോമാണ് T1. T3 എന്ന് പറയുന്നത് മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത സ്ഥാപനങ്ങളിൽ നിങ്ങൾ അക്കൗണ്ടിങ് സെക്ഷനിലോ ഡയറക്റ്റ് ടാക്സേഷനിലോ നമ്മൾ ആ പറഞ്ഞ ലിസ്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്രീവിയസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ട്രെയിനിങ്ങിൽ നിന്ന് എക്സംഷൻ ക്ലെയിം ചെയ്യാം. അതിനുള്ള ഫോമാണ് T3. T4 എന്ന് പറയുന്നത് പ്രാക്ടീസിങ് CMAന്റെ അണ്ടറിലല്ലാതെ നിങ്ങൾ വേറെ എവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും, കമ്പനിയിലാണെങ്കിലും LLPയിലാണെങ്കിലും സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലോ അങ്ങനെ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ ഫില്ല് ചെയ്യേണ്ട ഫോമാണ് T4. ഇനി ഈ പീരീഡ് കഴിയുമ്പോൾ, ട്രെയിനിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു 15 മാസം കഴിയുമ്പോൾ 15 മാസം കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോമാണ് T5. അത് ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോം T5 ആണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, പല സ്റ്റുഡൻസും വിളിച്ച് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സാർ ട്രെയിനിങ് അവർ ചോദ്യം തന്നെ ലാംഗ്വേജ് തന്നെ ഇങ്ങനെയാണ്, ഡമ്മി ആയിട്ട് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡമ്മി ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, അവർ ഉദ്ദേശിക്കുന്ന ഡമ്മി എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി അവർ ട്രെയിനിങ് ചെയ്യാതെ ട്രെയിനിങ് ചെയ്തു എന്ന് വരുത്തി തീർത്തിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, ഫൈനൽ എക്സാം എഴുതാനുള്ള ഒരു എലിജിബിലിറ്റി എന്ന് മാത്രമാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ആ സമയം കൂടി എനിക്ക് പഠിക്കാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാലോ എന്നൊക്കെ ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഡമ്മി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഈവൻ അങ്ങനെ ഡമ്മി ചെയ്തു, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫോമുകളൊക്കെ അയച്ചു, തട്ടിപ്പൊക്കെ നടത്തി പറ്റിച്ചു എന്ന് വിചാരിക്കുക. ശരിക്ക് പറ്റിക്കപ്പെടുന്നത് നിങ്ങളാണ്. കാരണം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങുകയോ അബ്രോഡ് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർക്കും നമുക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം നമ്മൾ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ട്രെയിനിങ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു വർക്കും നമുക്ക് അറിയാതെയാണ് നമ്മൾ പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് വേണ്ടത് തിയററ്റിക്കൽ നോളജിലേറെ പ്രാക്ടിക്കൽ നോളജ് ആയിരിക്കും. അവരൊരു എക്സൽ ഷീറ്റ് തന്നിട്ട് നമുക്കിത് ചെയ്യാൻ അറിയുമോ എന്നൊക്കെ ഫോർ എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. കാരണം നമ്മൾ സീരിയസ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ട്രെയിനിങ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് അത് കൃത്യമായിട്ട് ചെയ്ത ഒരാളാണെങ്കിൽ അത് വ്യക്തമായിട്ട് അയാൾക്ക് ആൻസർ ചെയ്യാം, അയാൾക്ക് ആ ജോലി കിട്ടും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കരുത്. നിങ്ങൾക്ക് തന്നെയാണ് ഭാവിയിൽ എന്ത് ചെയ്യുക, അത് നെഗറ്റീവായിട്ട് ബാധിക്കുക. ട്രെയിനിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് എന്താണോ പ്രാക്ടീസിനാണ് പോകേണ്ടതെങ്കിൽ കൃത്യമായിട്ട് ആ രീതിയിലുള്ള ഫേമുകൾ സെലക്ട് ചെയ്തിട്ട് ട്രെയിനിങ് ചെയ്യുക. അതെല്ലാം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി നിങ്ങൾക്ക് കയറണമെന്നാണോ, അങ്ങനെയാണെങ്കിൽ PSUകളിൽ ട്രെയിനിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുൻതൂക്കം അവർ തരും. അതല്ല നമുക്ക് അബ്രോഡാണോ പോകേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ എന്താണോ ആഫ്റ്റർ ക്വാളിഫയിങ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ട്രെയിനിങ് സീരിയസ് ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അതിൻ്റെ സമയമാണ് കൃത്യമായിട്ട്. കാരണം പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന 2 month പീരീഡ് എന്തായാലും നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അത് ട്രെയിനിങ്ങിലേക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ട്രെയിനിങ്ങുമായിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ വാട്സപ്പ് മീ, ഐ വിൽ ക്ലിയർ ദാറ്റ്. ഓക്കെ, താങ്ക് യു.